So, in the topic electrochemistry. Okay, electrochemistry. So, what is electrochemistry? It's a branch of chemistry which deals with the relation between chemical energy and electrical energy. So, that is the name of electrochemistry. The electro means electric, that is chem. Chem means chemical. So, electrical and chemical energy. These two energy in the relation chemistry in the branch electrochemistry. Electrochemistry is a branch of chemistry which deals with the relation between chemical energy and electrical energy. Then it gives the study of electrical properties of solution of electrolytes. So that is electrolyte solution electrical properties ne korchittulla padanavum namukku endana electrochemistry vazhi possible aanu. So electrochemistry ennu parnal endayirikkum, that is electrical energy and chemical energy thammilulla relation ne korchittulla study ne aanu. Okay, endu parayunnathu electrochemistry ennu parayunnathu. It's a branch of chemistry which deals with the relation between chemical energy and electrical energy. Then electrical energy is carried through matter in the form of electrical current. So, electrical energy is carried through matter in the form of electric current. Appo nammal oru vastuvuludi electrical energy enganeyanu povunathu, that is in the matter of electric current. ഒരു matter അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് എടുക്കുകയാണ്, അതിൽ കൂടി ഇലക്ട്രിക് കറണ്ട് ഇലക്ട്രിക് എനർജി പാസ് ചെയ്യുന്നു. മീൻസ് എന്താണ്, അതിലൂടെ ഇലക്ട്രിക് കറണ്ടിന്റെ ഫോമിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ ഒരു ഇലക്ട്രിക് എനർജി എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്യുന്നത്. In order to have an electric current, the presence of a charge carrier as well as a force is essential. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, ദാറ്റ് ഈസ് നമ്മളൊരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു മാറ്റർ എടുക്കുകയാണ്, അതിലൂടെ ഇലക്ട്രിക്കൽ എനർജി ക്യാരി ചെയ്യുന്നു. മീൻസ് എന്താണ്, അതിലൂടെ ഇലക്ട്രിക് കറണ്ട് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രിക് എനർജി ഈസ് ക്യാരിഡ് ത്രൂ മാറ്റർ ഇൻ ദ ഫോം ഓഫ് എന്തിന്റെ ഫോമിലായിരിക്കും, ഇലക്ട്രിക് കറണ്ടിന്റെ ഫോമിലാണ് ആ ഒരു മാറ്ററിലൂടെ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിക്കൽ എനർജി ക്യാരി ചെയ്യുന്നത്. ഓക്കെ, then in order to have an electric current, the presence of a charge carrier as well as a force is essential. അപ്പോൾ ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു മാറ്ററിൽ എന്ത് വേണം, നമുക്ക് ഇലക്ട്രിക് കറണ്ട് അതിൽ കൂടി പാസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവണം. ഒരു ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്താവശ്യമാണ്, ദാറ്റ് ഈസ് നമുക്ക് ചാർജ് കാരിയറും ആവശ്യമാണ്, അതുപോലെ തന്നെ ഫോഴ്സും ആവശ്യമാണ്. ദാറ്റ് ഈസ് നമുക്കൊരു സബ്സ്റ്റൻസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു മാറ്റർ ഉണ്ട്, അതിനകത്ത് ചാർജ് കാരിയർ ഉണ്ട്, പക്ഷേ എക്സ്റ്റേണലി നമ്മളൊരു പൊട്ടൻഷ്യലോ അല്ലെങ്കിൽ എക്സ്റ്റേണലി നമ്മളൊരു ഫോഴ്സും കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കത്തില്ല, ഈ ചാർജ് കാരിയേഴ്സിന് മൂവ്മെന്റ് എന്തെങ്കിലും സംഭവിക്കുമോ, ഇല്ല. അപ്പോൾ ചാർജ് കാരിയേഴ്സ് മൂവ് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമോ, ഇല്ല. സോ ചാർജ് കാരിയേഴ്സ് മാത്രം ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കത്തില്ല, ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട് ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ ഫോഴ്സ് മാത്രം കൊടുക്കുന്നുണ്ട്. സബ്സ്റ്റൻസ് നമ്മളൊരു ഇൻസുലേറ്റർ പോലെയുള്ള ഒരു സബ്സ്റ്റൻസ്, കറണ്ട് പാസ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് എടുത്തിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫോഴ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ചേഞ്ച് സംഭവിക്കുമോ, ദാറ്റ് ഈസ് അവിടെ ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമോ, ഇല്ല. കാരണം എന്താണ്, അവിടെ ചാർജ് കാരിയേഴ്സ് ഇല്ല. സോ നമുക്ക് ഒരു ഇലക്ട്രിക് കറണ്ട് എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം, ചാർജ് കാരിയേഴ്സും വേണം, ആസ് വെൽ ആസ് എന്തും വേണം, ഫോഴ്സും അത്യാവശ്യമാണ്. ഓക്കെ, the force is usually provided by a battery or some other suitable sources of electrical energy. അപ്പോൾ നമ്മളൊരു സബ്സ്റ്റൻസ് എടുക്കുന്നു, അതിൽ നമ്മൾ ഈ ഫോഴ്സ് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മൾ സാധാരണ മിക്ക കേസസിലും കണ്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നത് ഇൻ ഫോം ഓഫ് എന്തെങ്കിലും ഒരു ബാറ്ററി യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ദാറ്റ് ഈസ് ആ സബ്സ്റ്റൻസിന്റെ എന്ത് ചെയ്യുന്നു, അതിന്റെ ടു സൈഡ്സ് രണ്ട് വയേഴ്സ് യൂസ് ചെയ്ത് ബാറ്ററിന്റെ ടു ടെർമിനൽസിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ സ്യൂട്ടബിൾ സോഴ്സസ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോഴ്സ് കൊടുക്കുന്നത്. So force is usually provided by a battery or some other suitable sources of electrical energy. Then the charge carriers are either electrons or ions. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രിക്കൽ എനർജി ഈസ് ക്യാരിഡ് ത്രൂ മാറ്റർ ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഒരു മാറ്ററിലൂടെ ഇലക്ട്രിക്കൽ എനർജി ക്യാരി ചെയ്യുന്നത് ഇലക്ട്രിക് കറണ്ടിന്റെ ഫോമിലാണ്. ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ബോത്ത് ചാർജ് കാരിയേഴ്സ് ആൻഡ് ഫോഴ്സ് അത്യാവശ്യമാണെന്ന് പറഞ്ഞു. ഫോഴ്സ് നമ്മൾ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇൻ ടേംസ് ഓഫ് ബാറ്ററി യൂസ് ചെയ്തിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്യൂട്ടബിൾ സോഴ്സ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ഒരു ഫോഴ്സ് എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് എന്താവാം, ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ഐദർ ഇലക്ട്രോൺസ് ആവാം അല്ലെങ്കിൽ എന്താവാം, അയോൺസ് ആവാം. അപ്പം ഇലക്ട്രോൺസും ആവാം, അയോൺസും ആവാം. അപ്പം ചാർജ് കാരിയേഴ്സ് പറയുന്നത് എന്തൊക്കെയാവാം, ഇലക്ട്രോൺസും ആവാം, അതുപോലെ തന്നെ അയോൺസും ആവാം.
Then ordinary substances. Ordinary നമ്മൾ സാധാരണ ഒരു സബ്സ്റ്റൻസിനെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? That is classified into conductors and insulators. അപ്പോൾ നമ്മൾ സാധാരണ ഒരു സബ്സ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ ആ സബ്സ്റ്റൻസിനെ എങ്ങനെയാണ് ക്ലാസ് ചെയ്യുന്നത്? കണ്ടക്ടേഴ്സ് ആയിട്ടും ഇൻസുലേറ്റേഴ്സ് ആയിട്ടും. ദാറ്റ് ഈസ് കറണ്ടിനെ പാസ് ചെയ്യുന്നതും കറണ്ടിനെ പാസ് ചെയ്യാത്തതും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു സബ്സ്റ്റൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വിച്ച് അലോ ദ പാസേജ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ത്രൂ ഇറ്റ്. അപ്പോൾ ഒരു സബ്സ്റ്റൻസിലൂടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സബ്സ്റ്റൻസ് എന്തായിരിക്കും? ഇസ് കോൾഡ് കണ്ടക്ടർ. അപ്പോൾ നമുക്കൊരു സബ്സ്റ്റൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് കണ്ടക്ടേഴ്സ് ആയിട്ടും ഇൻസുലേറ്റേഴ്സ് ആയിട്ട്. ഇപ്പോൾ ഒരു സബ്സ്റ്റൻസിലൂടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് കറണ്ടിനെ പാസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാം അതെന്താണ്? ദാറ്റ് സബ്സ്റ്റൻസ് ഈസ് എ കണ്ടക്ടർ. ദെൻ ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വിച്ച് നോട്ട് അലോ ദ പാസേജ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ത്രൂ ഇറ്റ്. എന്ത് സംഭവിക്കുന്നില്ല? ദാറ്റ് ഈസ് ഒരു സബ്സ്റ്റൻസ് ഉണ്ട്, അതിലൂടെ ഞാൻ ഫോഴ്സും ചാർജ് കാരിയേഴ്സും ഒക്കെ ഉണ്ട്, ബട്ട് എന്ത് ചെയ്യുന്നില്ല? അവിടെ ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. സോ അതാണ് ഇൻസുലേറ്റേഴ്സ് മീൻസ് എന്ത് ചെയ്യുന്നില്ല? അതിലൂടെ ഇലക്ട്രിക് കറണ്ട്, ഒരു സബ്സ്റ്റൻസിലൂടെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ടിന്റെ പാസേജ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സബ്സ്റ്റൻസിനെ എനിക്ക് എന്ത് പറയാൻ പറ്റും? ഇൻസുലേറ്റർ എന്ന് പറയാനായിട്ട് പറ്റും. അപ്പം മെയിൻലി നമുക്ക് സബ്സ്റ്റൻസിനെ, ഓർഡിനറി സബ്സ്റ്റൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. കണ്ടക്ടേഴ്സ് നമുക്കറിയാം എന്താണ്? ദാറ്റ് ഈസ് സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ പാസ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഇലക്ട്രിക് കറണ്ട് ഒരു സബ്സ്റ്റൻസിലൂടെ പാസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ദാറ്റ് ആക്ട് ആസ് കണ്ടക്ടേഴ്സ്. ആൻഡ് എന്താണ്? ദാറ്റ് ഈസ് ഇൻസുലേറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് ഈസ് ഒരു സബ്സ്റ്റൻസിലൂടെ കറണ്ട് പാസ് ചെയ്യാൻ പറ്റുന്നില്ല, ഇലക്ട്രിക് കറണ്ട് അതിലൂടെ ഫ്ലോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഇൻസുലേറ്റർ. എന്തായിരിക്കും? ഇൻസുലേറ്റർ. ഓക്കെ. കണ്ടക്ടേഴ്സ്. അപ്പോൾ നമ്മൾ ഓർഡിനറി സബ്സ്റ്റൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത് എങ്ങനെയാണ്? കണ്ടക്ടേഴ്സും ഉണ്ടായിരുന്നു, ഇൻസുലേറ്റേഴ്സും ഉണ്ടായിരുന്നു. ഇനി കണ്ടക്ടേഴ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. കണ്ടക്ടേഴ്സ് എന്തായിരുന്നു? ദാറ്റ് ഈസ് ഇറ്റ് വിൽ പാസ് ഇലക്ട്രിക് കറണ്ട്. ഒരു സബ്സ്റ്റൻസ് ഇലക്ട്രിക് കറണ്ടിനെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് എന്തെന്ന് പറയുന്നത്? കണ്ടക്ടർ എന്ന് പറയുന്നത്. സോ കണ്ടക്ടറിനെ നമുക്ക് രണ്ട് ടൈപ്പ് കണ്ടക്ടേഴ്സ് ഉണ്ട്, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇലക്ട്രോണിക് കണ്ടക്ടർ ഓർ മെറ്റാലിക് കണ്ടക്ടർ. Okay, electronic conductor or metallic conductor. The other is electrolytic conductor. അപ്പോൾ കണ്ടക്ടേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. The first one is electronic conductor or metallic conductor. The second one is electrolytic conductor. So എന്താണ് ഇലക്ട്രോണിക് കണ്ടക്ടർ അല്ലെങ്കിൽ മെറ്റാലിക് കണ്ടക്ടർ എന്ന് പറയുന്നത്? എന്താണ്? Where electricity is carried by the movement of electrons. അപ്പോൾ നമ്മൾ ചാർജ് കാരിയേഴ്സ് എന്താ പറയുന്നത്? രണ്ടെണ്ണം ഉണ്ട്. ദാറ്റ് ഈസ് ഇലക്ട്രോൺസും ആവാം, അയോൺസും ചാർജ് കാരിയേഴ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആക്ട് ചെയ്യുന്നുണ്ട്. ഇഫ് ഇലക്ട്രിസിറ്റി ഈസ് ക്യാരിഡ് ബൈ ദ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് വഴിയാണ് ഇലക്ട്രിസിറ്റി ക്യാരി ചെയ്യുന്നതെങ്കിൽ ആ കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് കണ്ടക്ടർ അല്ലെങ്കിൽ മെറ്റാലിക് കണ്ടക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടക്ടർ രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, ഇലക്ട്രോണിക് കണ്ടക്ടർ ഓർ മെറ്റാലിക് കണ്ടക്ടർ. ദ അതർ ഈസ് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടർ. ഇലക്ട്രോണിക് കണ്ടക്ടർ അല്ലെങ്കിൽ മെറ്റാലിക് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വേർ ഇലക്ട്രിസിറ്റി ഈസ് ക്യാരിഡ് ബൈ ദ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, ഇലക്ട്രിസിറ്റി ക്യാരി ചെയ്യുന്നത് ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് വഴിയാണ് ഇലക്ട്രിസിറ്റി ക്യാരി ചെയ്യുന്നത്. ഓക്കെ, ത്രൂ ദ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് വഴിയാണ് ഇലക്ട്രിസിറ്റി ക്യാരി ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറയാം അതെന്താണ്? മെറ്റാലിക് കണ്ടക്ടർ ഓർ ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സ് എന്ന് പറയാം. ഇനി അടുത്ത ടൈപ്പ് എന്താ പറയുന്നത്? ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? That is where electricity is carried by the movement of ions which are produced by the decomposition of electrolytes. Okay, electrolytes decompose ചെയ്ത് അയോൺസ് ആയിട്ട് മാറുന്നു. ആ അയോൺസ് ആണ് ഇലക്ട്രിസിറ്റിനെ ക്യാരി ചെയ്യുന്നതെങ്കിൽ, ആ അയോൺസിന്റെ മൂവ്മെന്റ് വഴിയാണ് ആ ഇലക്ട്രിസിറ്റി ക്യാരി ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടർ. Electrolytic conductor എന്ന് പറയുന്നത് എന്താണ്? Where electricity is carried by the movement of ions which are produced by the decomposition of electrolytes. Decompose ചെയ്ത് അയോൺസ് ഉണ്ടാവുന്നു. ഈ അയോൺസിന്റെ മൂവ്മെന്റ് വഴിയാണ് ഇലക്ട്രിസിറ്റി ക്യാരി ചെയ്യുന്നതെങ്കിൽ എന്ത് പറയാം? ഇറ്റ് ഈസ് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടർ. അപ്പോൾ കണ്ടക്ടേഴ്സ് ടു ടൈപ്പ് പറഞ്ഞു. ഏതൊക്കെയാണ്? ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സ് ഓർ മെറ്റാലിക് കണ്ടക്ടേഴ്സ് ഉണ്ട്, ദെൻ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇലക്ട്രോണിക് ഓർ മെറ്റാലിക് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് ഈസ് അവിടെ ഇലക്ട്രിസിറ്റി ക്യാരി ചെയ്യുന്നത് ബൈ ദ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് വഴിയാണ് ഇലക്ട്രിസിറ്റി ക്യാരി ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് ഇലക്ട്രോണിക് കണ്ടക്ടർ ഓർ മെറ്റാലിക് കണ്ടക്ടർ. ദെൻ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് നമ്മുടെ ഇലക്ട്രോലൈറ്റ്സ് ഡീകമ്പോസ് ചെയ്ത അയോൺസ് ആയിട്ട് മാറിയിട്ട് ആ അയോൺസിന്റെ മൂവ്മെന്റ് വഴിയാണ് ഇലക്ട്രിസിറ്റി ക്യാരി ചെയ്യുന്നതെങ്കിൽ ഇലക്ട്രിസിറ്റി ഈസ് ക്യാരിഡ് ബൈ ദ മൂവ്മെന്റ് ഓഫ് അയോൺസിന്റെ മൂവ്മെന്റ് വഴിയാണ് ഇലക്ട്രിസിറ്റി ക്യാരി ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടർ. ഓക്കെ, സോ
സോ നമ്മൾ സബ്സ്റ്റൻസിനെ രണ്ടായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കണ്ടക്ടേഴ്സും ഉണ്ടായിരുന്നു, ഇൻസുലേറ്റേഴ്സും ഉണ്ടായിരുന്നു. കണ്ടക്ടേഴ്സിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ദാറ്റ് ഈസ് ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സും ഉണ്ട്, ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സും ഉണ്ട്. സോ ഇലക്ട്രോണിക് കണ്ടക്ടറിന് എക്സാമ്പിൾ എന്തൊക്കെയായിരിക്കും? ദാറ്റ് ഈസ് കോപ്പർ, സിൽവർ, അലൂമിനിയം. ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ആണ്. ദെൻ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ആണ് ദാറ്റ് ഈസ് ആസിഡ്സ്, ബേസസ് ആൻഡ് സോൾട്ട് സൊല്യൂഷൻസ് ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ആണ്. സോ ഇതാണ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ദാറ്റ് ഈസ് സബ്സ്റ്റൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നുണ്ട്. ആൻഡ് കണ്ടക്ടേഴ്സിനെ എഗെയിൻ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. സോ ദ കെമിക്കൽ റിയാക്ഷൻ ഇൻവോൾവിംഗ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇലക്ട്രിസിറ്റി ഇൻവോൾവ് ചെയ്യുന്ന കെമിക്കൽ റിയാക്ഷനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ്. അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദ കെമിക്കൽ റിയാക്ഷൻസ് ഇൻവോൾവ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി ഇൻവോൾവ് ചെയ്തിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ്. ഇലക്ട്രോ കെമിക്കൽ നമുക്ക് ഓൾറെഡി അറിയാം, ഇലക്ട്രിസിറ്റി ആൻഡ് എന്താണ് കെമിക്കൽ. സോ ഇലക്ട്രിസിറ്റി ഇൻവോൾവ് ചെയ്തിട്ടുള്ള കെമിക്കൽ റിയാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ റിയാക്ഷൻസ് രണ്ട് ടൈപ്പ് ഉണ്ട്. മീൻസ് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസിനെ നമുക്ക് രണ്ടായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് ടൈപ്പ് ആയിട്ട് ഉണ്ട്. ദ ഫസ്റ്റ് ഈസ് induced electrolytic reaction in which non-spontaneous reactions are forced to occur by the passage of electricity through the reactants. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്, അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് നമുക്കൊരു റിയാക്റ്റൻ്റ് ഉണ്ട്, അതിലൂടെ ഇലക്ട്രിസിറ്റി, ദാറ്റ് ഈസ് ഒരു റിയാക്റ്റൻ്റ് എടുക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ, ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് എന്തെങ്കിലും എടുക്കുന്നു. സോ ഒരു റിയാക്റ്റൻ്റ് എടുക്കുന്നു. അത് സാധാരണ രീതിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു കെമിക്കൽ റിയാക്ഷൻസും ഉണ്ടാവുന്നില്ല. ബട്ട് അതിലൂടെ എന്ത് ചെയ്തു? ഇലക്ട്രിസിറ്റിനെ പാസ് ചെയ്ത് കൊടുത്തു. ഇലക്ട്രിസിറ്റിനെ പാസ് ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു? റിയാക്ഷൻ ഉണ്ടാവാനായിട്ട് അതിനെ ഫോഴ്സ് ചെയ്യിക്കുന്നു. ഓക്കെ, ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കൊടുത്ത് കെമിക്കൽ റിയാക്ഷൻസ്, ആ റിയാക്ടൻസ് തമ്മിൽ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതിനെ എന്ത് ചെയ്യിക്കുന്നു? ഫോഴ്സ് ചെയ്യിക്കുന്നു. സോ അതാണ് ഒരു ടൈപ്പ് ഓഫ് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. എന്താണ്? ദാറ്റ് ഈസ് ഇൻഡ്യൂസ്ഡ് ഇലക്ട്രോലൈറ്റിക് റിയാക്ഷൻ. ഇലക്ട്രോലൈറ്റിക് റിയാക്ഷൻസ് ഉണ്ടാകുന്നു ഇൻ വിച്ച് നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻസ് ആർ ഫോഴ്സ്ഡ് ടു ഒക്കർ ബൈ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ദ റിയാക്ടൻസ്. ദാറ്റ് ഈസ് റിയാക്ടൻസിലൂടെ ഇലക്ട്രിസിറ്റി എന്ത് ചെയ്ത് കൊടുത്തിട്ട്, പാസ് ചെയ്ത് കൊടുത്തിട്ട് നോൺ സ്പോണ്ടേനിയസ്, ദാറ്റ് ഈസ് ചുമ്മാ വെച്ചിരുന്നാൽ അതിൽ ഒരു റിയാക്ഷൻസും ഉണ്ടാവത്തില്ല. സോ ആ ഒരു നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷൻസ് എന്ത് ചെയ്യുന്നു? ഫോം ചെയ്യുന്നു. സോ അതാണ് ഒരു ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് നമ്മളൊരു റിയാക്ടൻസ് വെച്ചേക്കുന്നു, അത് സാധാരണ രീതിയിൽ വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവുന്നില്ല. ബട്ട് എന്ത് ചെയ്തു? അതിൻ്റെ അകത്തേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കൊടുത്തിട്ട് അതിനെ എന്ത് ചെയ്യുന്നു? ഫോഴ്സ് ചെയ്യിക്കുന്നു. സ്പോണ്ടേനിയസ് എന്ത് ചെയ്യും? റിയാക്ഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യിക്കുന്നു. അപ്പോൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് അവിടെ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാകുന്നു. അതാണ് ഇൻഡ്യൂസ്ഡ് ഇലക്ട്രോലൈറ്റിക് കെമിക്കൽ റിയാക്ഷൻസ്. ഇൻഡ്യൂസ്ഡ് ഇലക്ട്രോലൈറ്റിക് കെമിക്കൽ റിയാക്ഷൻസ് ഇൻ വിച്ച് നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻസ് ആർ, നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷൻസിനെ ഫോഴ്സ് ചെയ്ത്, ഇലക്ട്രിക്കൽ എനർജി കൊടുത്ത് ഫോഴ്സ് ചെയ്ത് എന്ത് ചെയ്യുന്നു? ഇലക്ട്രിസിറ്റി കൊടുത്ത് ഫോഴ്സ് ചെയ്ത് അവിടെ എന്ത് സംഭവിക്കുന്നു? റിയാക്ഷൻസ് ഉണ്ടാക്കുന്നു. സോ അതാണ് ഒരു ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ടൈപ്പ്. ദെൻ കെമിക്കൽ റിയാക്ഷൻ, ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻ്റെ അടുത്തതെന്ന് പറയുന്നത് എന്തായിരിക്കും? സ്പോണ്ടേനിയസ് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസ് ഇൻ വിച്ച് ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ് ബൈ ദ ഇന്ററാക്ഷൻ ഓഫ് റിയാക്ടൻസ്. നമ്മളൊരു റിയാക്ടൻസ് ദാറ്റ് ഈസ് ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് എടുത്ത് വെക്കുന്നു. അവിടെ റിയാക്ടൻസ് തമ്മിൽ എന്ത് ചെയ്തിട്ട് ഇന്ററാക്ഷൻ സംഭവിച്ച് കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവുന്നു. ദെൻ ആ ഒരു കെമിക്കൽ റിയാക്ഷൻ വഴി ഇലക്ട്രിസിറ്റി ഇൻഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ആ ഒരു ഇത് വഴി ഇലക്ട്രിസിറ്റി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ജനറേറ്റ് ചെയ്യുന്നുണ്ട്. സോ അതാണ് അടുത്ത ടൈപ്പ് ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ അടുത്ത ടൈപ്പ് എന്താണ്? spontaneous oxidation or reduction reactions in which electricity is generated by the interaction of reactants. Okay, that is ഈ ഒരു റിയാക്ടൻസ് തമ്മിൽ ഇന്ററാക്ട് ചെയ്തിട്ട് അവിടെ ഓക്സിഡേഷൻ, സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ എന്ത് ചെയ്യുന്നു? നടന്നിട്ട് അവിടെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നു. സോ അതാണ് അടുത്ത ടൈപ്പ്. ഓക്കെ, സ്പോണ്ടേനിയസ് ഓക്സിഡേഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ റിയാക്ഷൻസ് നടക്കുന്നു. എവിടെയാണ്? ദാറ്റ് ഈസ് റിയാക്ടൻസ് തമ്മിൽ ഇന്ററാക്ഷൻ നടന്ന് സ്പോണ്ടേനിയസ് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ റിയാക്ഷൻസ് നടക്കുന്നു. അവിടെ എക്സ്റ്റേണലി ഒരു ഫോഴ്സും കൊടുക്കാതെ തന്നെ ആ റിയാക്ടൻസ് തമ്മിൽ എന്ത് ചെയ്തു? ഇന്ററാക്ട് ചെയ്തു. ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ, സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ റിയാക്ഷൻസ് നടക്കുന്നു. എന്നിട്ട് ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യുന്നു? ജനറേറ്റ് ചെയ്യുന്നു. സോ ആ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈപ്പ് ഇലക്ട്രോകെമിക്കൽ റിയാക്ഷനും ഉണ്ട്.
വേറൊരെണ്ണം പറഞ്ഞ എന്താണ്, ദാറ്റ് ഈസ് നോൺ സ്പോണ്ടേനിയസ് ആണ്. മീൻസ് എന്ത് ചെയ്യുന്നില്ല, വെറുതെ ആ റിയാക്ടൻസ് തമ്മിൽ ഇന്ററാക്ഷൻ ഒന്നും സംഭവിക്കുന്നില്ല. നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആയിരിക്കും ആർ ഫോഴ്സ്ഡ് ടു ഒക്കർ ബൈ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ദ റിയാക്ടൻസ്. റിയാക്ടൻസിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ട് എന്താണ്, ദാറ്റ് ഈസ് അവിടെ റിയാക്ഷൻസ് ഒന്നും നടക്കാത്ത സാധനത്തിൽ എന്ത് ചെയ്തു, ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള, നോൺ സ്പോണ്ടേനിയസ് മീൻസ് എന്താണ്, സ്വയം ഉണ്ടാവുന്നില്ല, നമ്മളത് ഫോഴ്സ് ചെയ്ത് എന്ത് ചെയ്യാണ്, റിയാക്ഷൻസ് ഉണ്ടാക്കുകയാണ്. സോ അതാണ് നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷൻസ് ഉണ്ടാക്കുന്നു, ആർ ഫോഴ്സ്ഡ് ടു ഒക്കർ ബൈ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ദ റിയാക്ടൻസ്. ഓക്കെ, റിയാക്ടൻസിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷൻസ് എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. സോ അങ്ങനെ അവിടെ ഇലക്ട്രോലൈറ്റിക് റിയാക്ഷൻസ് ഇൻഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഒരു ടൈപ്പ് ഓഫ് ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻ. ദെൻ അടുത്ത ടൈപ്പ് ഓഫ് ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ദാറ്റ് ഈസ് റിയാക്ടൻസ് തമ്മിൽ ഇന്ററാക്ട് ചെയ്ത് അവിടെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള എന്ത് ചെയ്യുന്നു, ഓക്സിഡേഷൻ ഓർ റിഡക്ഷൻ ടേക്ക് പ്ലേസ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നു. അപ്പൊ അങ്ങനത്തെ ടൈപ്പ് ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്. അപ്പൊ ഇതാണ് 2 ടൈപ്പ് ഓഫ് ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സം ഓഫ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻ ഇൻ മോഡേൺ ലൈഫ്. അപ്പോൾ നമുക്ക് മോഡേൺ ഇപ്പോഴത്തെ ലൈഫിൽ അല്ലെങ്കിൽ നമുക്കിപ്പം കണ്ടുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഡെയിലി ആപ്ലിക്കേഷൻസ് വരുന്ന അല്ലെങ്കിൽ ഈ ഇലക്ട്രോകെമിക്കൽ ആപ്ലിക്കേഷൻസ് വരുന്നത് എവിടേക്കാണ്, നമ്മുടെ മോഡേൺ ലൈഫിൽ സർട്ടൺ ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻസിന്. സോ അത് വരുന്നത് എവിടേക്കാണ്, ദ ഫസ്റ്റ് വൺ ഈസ് ദി ഇലക്ട്രോലൈറ്റിക് പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് ആൻഡ് ദെയർ കോമ്പൗണ്ട്സ്. അപ്പോൾ മെറ്റൽസിന്റെയും അതിന്റെ കോമ്പൗണ്ട്സിന്റെയും ഇലക്ട്രോലൈറ്റിക് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ദി ഇലക്ട്രോലൈറ്റിക് പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് ആൻഡ് ദെയർ കോമ്പൗണ്ട്സ്. ദാറ്റ് ഈസ് മെറ്റൽസിന്റെയും അതിന്റെ കോമ്പൗണ്ട്സിന്റെയും ഇലക്ട്രോലൈറ്റിക് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ നമുക്ക് ഇൻഡസ്ട്രിയൽ മെറ്റീരിയൽസിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ അടുത്തത് മാനുഫാക്ചർ ഓഫ് ബാറ്ററീസ്. ബാറ്ററി മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടും ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. ബാറ്ററീസ് ഇലക്ട്രോകെമിക്കൽസ് നമുക്കറിയാം അല്ലേ. അപ്പോൾ ബാറ്ററി മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ അതുപോലെ തന്നെ എന്താണ്, ലിവിങ് ഓർഗാനിസംസിന്റെ നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടുള്ള സൈക്കോളജിക്കൽ സ്റ്റഡീസിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും, ഈ ഒരു ഇലക്ട്രോകെമിക്കൽ റിയാക്ഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ആപ്ലിക്കേഷൻസ് വരുന്നത് എവിടേക്കാണ്, ഇലക്ട്രോലൈറ്റിക് പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് ആൻഡ് ദെയർ കോമ്പൗണ്ട്സ്, ദെൻ സ്റ്റഡി ഓഫ് ഇൻഡസ്ട്രിയൽ മെറ്റീരിയൽസിന്റെ സ്റ്റഡിയിൽ പറ്റുന്നുണ്ട്, ദെൻ മാനുഫാക്ചർ ഓഫ് ബാറ്ററീസ്, ദെൻ ലാസ്റ്റ്ലി സൈക്കോളജിക്കൽ സ്റ്റഡീസ് ഓഫ് നെർവസ് സിസ്റ്റം ഇൻ ലിവിങ് ഓർഗാനിസം. അപ്പൊ ലിവിങ് ഓർഗാനിസത്തിന്റെ നെർവസ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടുള്ള സൈക്കോളജിക്കൽ സ്റ്റഡീസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്, ഇലക്ട്രോകെമിക്കൽ റിയാക്ഷന്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. സോ മോഡേൺ ലൈഫിൽ ഇലക്ട്രോകെമിക്കലിന്റെ ആപ്ലിക്കേഷൻസ് വരുന്ന സർട്ടൺ ഇതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇലക്ട്രോലൈറ്റ്സ്. അടുത്ത എന്താ പറയുന്നത്, ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, ആർ എനി സബ്സ്റ്റൻസസ് വിച്ച് അലോ ദ പാസേജ് ഓഫ് ഇലക്ട്രിക് കറന്റ് ത്രൂ ഇറ്റ്. So electrolytes എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, which is a substance allow the passage of electric current through it either in the molten state or in the solution. So ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്ന വേറൊന്നുമല്ല, ദാറ്റ് ഈസ് എനി സബ്സ്റ്റൻസ്, അത് അതിന്റെ മോൾട്ടൺ സ്റ്റേറ്റിൽ ഇരുന്നാലും അല്ലെങ്കിൽ സൊല്യൂഷൻ സ്റ്റേറ്റിൽ ഇരുന്നാലും അതിൽ കൂടെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് കറണ്ടിനെ പാസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എനി സബ്സ്റ്റൻസ് വിച്ച് അലോ ദ പാസേജ് ഓഫ് ഇലക്ട്രിക് കറന്റ് ത്രൂ ഇറ്റ് ഐദർ ഇൻ ദ മോൾട്ടൺ സ്റ്റേറ്റ് ഓർ ഇൻ ദ സൊല്യൂഷൻ. ഒരു സബ്സ്റ്റൻസ് അതിന്റെ മോൾട്ടൺ സ്റ്റേറ്റിലായാലും സൊല്യൂഷൻ സ്റ്റേറ്റിൽ ഇരുന്നാലും അതിൽ കൂടി ഇലക്ട്രിക് കറണ്ടിനെ പാസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ. അപ്പൊ ഇലക്ട്രോലൈറ്റ്സിന് എക്സാമ്പിൾ വരുന്നത് ആസിഡ് ബേസസ് ആൻഡ് സോൾട്ട് സൊല്യൂഷൻ. ആസിഡ് ബേസസ് സോൾട്ട് സൊല്യൂഷൻ ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഈ ആസിഡ് ബേസസ് അല്ലെങ്കിൽ ഏതെങ്കിലും സോൾട്ട് സൊല്യൂഷൻ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അത് മോൾട്ടൺ സ്റ്റേറ്റിൽ ഇരുന്നാലും അതിന്റെ സൊല്യൂഷൻ സ്റ്റേറ്റിൽ ഇരുന്നാലും ഐദർ ഇൻ മോൾട്ടൺ സ്റ്റേറ്റ് ഓർ സൊല്യൂഷൻ സ്റ്റേറ്റ് അതിൽ കൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രിക് കറണ്ടിനെ പാസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞത് എന്തൊക്കെയാണ്, ആസിഡ് ബേസസ് ആൻഡ് സോൾട്ട് സൊല്യൂഷൻ. Substance whose aqueous solution or fused state does not conduct electricity are called non-electrolytes.
Non-electrolytes എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? That is substance whose aqueous solution or fused state. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സബ്സ്റ്റൻസ് അതിന്റെ aqueous solution അല്ലെങ്കിൽ fused state, molten state അല്ലെങ്കിൽ liquid state ഇരിക്കുകയാണ്. അതിൽ കൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു സ്റ്റേറ്റിൽ ഇരുന്നാൽ അതിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇലക്ട്രിസിറ്റി അതിൽ കൂടി പാസ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ നോൺ ഇലക്ട്രോലൈറ്റ്സ്. നേരെ ഇതിന്റെ ഓപ്പോസിറ്റ് ഇലക്ട്രോലൈറ്റ്സ് എന്താണ് പറയുന്നത്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് മീൻസ് എന്തായിരിക്കും, ഒരു സബ്സ്റ്റൻസ് ഉണ്ട്, ആ സബ്സ്റ്റൻസ് അതിന്റെ aqueous സൊല്യൂഷനും ഫ്യൂസ്ഡ് സ്റ്റേറ്റിലും ഇരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, അതിൽ കൂടി കറണ്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നില്ല. സോ അതിനെയാണ് നോൺ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. സോ ആ സബ്സ്റ്റൻസിനെ നമുക്ക് നോൺ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഷുഗർ സൊല്യൂഷൻ എടുക്കുകയാണ്, അപ്പൊ അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ദാറ്റ് ഈസ് ആ ഒരു ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് അതിന്റെ ഒരു അക്വസ് ഫോം അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ ഫോമിലാണ് ഇരിക്കുന്നത്. പക്ഷെ അതിൽ കൂടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കറണ്ട് പാസ് ചെയ്യോ ഇല്ല. സോ അതെന്താണ് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ആൽക്കഹോൾ, ദെൻ ഗ്ലിസറിൻ, ഗ്ലൂക്കോസ് സൊല്യൂഷൻ, ഇതിലൂടെ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കറണ്ടിനെ പാസ് ചെയ്യാൻ പറ്റത്തില്ല. സോ അത് അതിന്റെ ഒരു സബ്സ്റ്റൻസ് തന്നെ അതിന്റെ അക്വസ് സൊല്യൂഷൻ അല്ലെങ്കിൽ അതിന്റെ ഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ അതിൽ കൂടെ എന്ത് ചെയ്യുന്നില്ല, കറണ്ടിനെ പാസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ കറണ്ട് കണ്ടക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് നോൺ ഇലക്ട്രോലൈറ്റ്സ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സൊല്യൂഷൻ ഓഫ് കെയിൻ ഷുഗർ, ആൽക്കഹോൾ, ഗ്ലിസറിൻ, ഗ്ലൂക്കോസ്, അതിന്റെയൊക്കെ സൊല്യൂഷൻ ഇതിന് എക്സാമ്പിൾ ആണ്. ബട്ട് ഇലക്ട്രോലൈറ്റ്സ് എന്താണ്, ആ ഒരു സബ്സ്റ്റൻസ് ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് അതിന്റെ അക്വസ് ദാറ്റ് ഈസ് അതിന്റെ മോൾട്ടൺ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇൻ സൊല്യൂഷൻ സ്റ്റേറ്റിൽ, മോൾട്ടൺ സ്റ്റേറ്റിൽ ഇരുന്നാലും സൊല്യൂഷൻ സ്റ്റേറ്റിൽ ഇരുന്നാലും ആ ഒരു സബ്സ്റ്റൻസിലൂടെ കറണ്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഇലക്ട്രോലൈറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് എന്താണ്, ഇലക്ട്രോളിസിസ്. ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, is the process of decomposition of an electrolyte by the passage of electricity. എന്താണ്, is the process of decomposition of an electrolyte by the passage of electricity. That is electricity എന്ത് ചെയ്തു കൊടുത്തിട്ട് പാസ് ചെയ്തു കൊടുത്ത്, that is എന്തിലൂടെയാണ്, is the process of decomposition of an electrolyte by the passage of electricity. ഇലക്ട്രിസിറ്റിനെ പാസ് ചെയ്തു കൊടുത്തിട്ട് ഇലക്ട്രോലൈറ്റ്സിനെ എന്ത് ചെയ്യുന്നു, ഡീകമ്പോസ് ചെയ്യുന്നു. സോ ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രോലൈറ്റ് എടുക്കുന്നു, അതിലൂടെ എന്ത് പാസ് ചെയ്ത് കൊടുക്കുന്നു, ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ ആ ഇലക്ട്രോലൈറ്റിനെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കൊടുത്ത് ഡികമ്പോസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. ഇസ് ദ പ്രോസസ് ഓഫ് ഡികമ്പോസിഷൻ ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ബൈ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി. The apparatus used for electrolysis, ഇലക്ട്രോളിസിസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അപ്പാരറ്റസിനെയാണ് എന്ത് പറയുന്നത്, ഇലക്ട്രോലൈറ്റിക് സെൽ. അപ്പോൾ ഇലക്ട്രോളിസിസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അപ്പാരറ്റസിനെ എന്താ പറയുന്നത്, ഇലക്ട്രോലൈറ്റിക് സെൽ. അപ്പോൾ ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ദാറ്റ് ഈസ് ഒരു ഇലക്ട്രോലൈറ്റ് എടുക്കുന്നു, അതിലൂടെ കറണ്ട് പാസ് ചെയ്ത് അതിനെ എന്ത് ചെയ്യുന്നു, ഡികമ്പോസ് ചെയ്യുന്നു. സോ ആ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. ഇലക്ട്രോളിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അപ്പാരറ്റസിനെ നമുക്ക് ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറയാനായിട്ട് പറ്റും. ഇൻ വിച്ച് ഇലക്ട്രിക്കൽ എനർജി ഈസ് യൂസ്ഡ് ടു കോസ് എ കെമിക്കൽ റിയാക്ഷൻ. ഇലക്ട്രോലൈറ്റിക് സെൽ എന്തായിരിക്കും ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഇലക്ട്രിക്കൽ എനർജി കൊടുത്ത് അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ത് ചെയ്യാണ്, ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ നോക്കിക്കേ, എന്താണ് ഇലക്ട്രോലൈസിസ് പ്രോസസ് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഇലക്ട്രോലൈറ്റിനെ എന്ത് ചെയ്യുന്നു, ഡീകമ്പോസ് ചെയ്യുന്നു ബൈ ദ പാസേജ്. ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കൊടുത്തിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോലൈറ്റ്സിനെ ഡീകമ്പോസ് ചെയ്യുന്നത്. സോ ആ ഇലക്ട്രോളിസിസ് നടക്കുന്ന അപ്പാരറ്റസിനെ എനിക്ക് ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറയാം. അപ്പോൾ ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ലിനകത്താണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്ത് അവിടെ എന്ത് ചെയ്യാണ്, കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. സോ which electrical energy is used to cause a chemical reaction. Electrical energy use ചെയ്ത് അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, so electrolysis of an electrolyte can be carried out by dipping two metallic rods or plates in the solution and connecting them by means of a wire to the two terminal of a battery, which is a source of EMF. അപ്പോൾ ഇലക്ട്രോളിസിസ് എന്താന്ന് പറഞ്ഞു, എന്താണ്, ദാറ്റ് ഈസ് നമ്മൾ ഒരു ഇലക്ട്രോലൈറ്റിനെ ഡീകമ്പോസ് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കൊടുത്ത് ഡീകമ്പോസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. സോ അത് നടക്കുന്ന അപ്പാരറ്റസ് യൂസ്ഡ് ഫോർ ഇലക്ട്രോലൈസിസിനെ ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറയുന്നു. ദെൻ ഇലക്ട്രോലൈറ്റിക് സെല്ലിൻ്റെ അകത്ത് എന്താ സംഭവിക്കുന്നത്, ദാറ്റ് ഈസ് നമ്മളൊരു ഇലക്ട്രിക്കൽ എനർജി കൊടുത്ത് അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ഇലക്ട്രോളിസിസ് ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ക്യാൻ ബി ക്യാരിഡ് ഔട്ട് ബൈ. അപ്പം എങ്ങനെയാണ് ഒരു ഇലക്ട്രോലൈറ്റിന്റെ ഇലക്ട്രോളിസിസ് സംഭവിക്കുന്നത്, മീൻസ് ഇലക്ട്രോലൈറ്റ് എങ്ങനെയാണ് അവിടെ ഡീകമ്പോസ് ചെയ്യുന്നത്, മീൻസ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കൊടുത്ത് എങ്ങനെയാണ് ഡീകമ്പോസ് ചെയ്യുന്നത്, മീൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇലക്ട്രോലൈസിസ് ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ dipping two metallic rods or plates in the solution
ഓക്കെ, നമ്മൾ ഇലക്ട്രോലൈറ്റിക് സെല്ലിൻ്റെ അകത്ത് നമ്മളൊരു സൊല്യൂഷൻ എടുക്കുന്നുണ്ടായിരിക്കും. ആ ഒരു സൊല്യൂഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, 2 മെറ്റാലിക് റോഡ്സ് എന്ത് ചെയ്തു, ഡിപ്പ് ചെയ്ത് വെക്കുന്നു. അപ്പം ദാറ്റ് ഈസ് നമ്മളൊരു ഇലക്ട്രോലൈറ്റിക് സെൽ, അതിൻ്റെ അകത്ത് എന്തുണ്ടായിരിക്കും, സം സൊല്യൂഷൻ ഉണ്ടായിരിക്കും. അതിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യാണ്, 2 മെറ്റാലിക് റോഡ്സിനെ എന്ത് ചെയ്ത് വെക്കുകയാണ്, ഡിപ്പ് ചെയ്ത് വെക്കുകയാണ്. ദെൻ അതിനെ എന്ത് വെച്ചിട്ട് കണക്ട് ചെയ്യുന്നു, ദാറ്റ് ഈസ് 2 വയേഴ്സ് യൂസ് ചെയ്തിട്ട്, ബൈ മീൻസ് ഓഫ് വയേഴ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ഒരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ and connecting them by means of a wire to the 2 terminal of the battery. ബാറ്ററിന്റെ 2 ടെർമിനലിലേക്ക് വയേഴ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു. ദിസ് ബാറ്ററി ആയിരിക്കും അവിടെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, സോഴ്സ് ഓഫ് EMF കൊടുക്കുന്നതായിരിക്കും ഈ ഒരു ബാറ്ററിയാണ്. സോ ഇതാണ് ഒരു ഒരു ഇലക്ട്രോലൈറ്റിന്റെ ഇലക്ട്രോളിസിസ് നടക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്, ദാറ്റ് ഈസ് ക്യാൻ ബി ക്യാരിഡ് ഔട്ട് ബൈ ഡിപ്പിംഗ് 2 മെറ്റാലിക് റോഡ്. 2 മെറ്റാലിക് റോഡ് എടുക്കുന്നു, അതെവിടെ പ്ലേസ് ചെയ്തേക്കുന്നു, 2 മെറ്റാലിക് റോഡ് അല്ലെങ്കിൽ 2 മെറ്റാലിക് പ്ലേറ്റ് എടുക്കുന്നു. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെക്കുന്നു. ദിസ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ദ ഇലക്ട്രോലൈറ്റിക് സെൽ. ഇലക്ട്രോലൈറ്റിക് സെല്ലിൻ്റെ അകത്തുള്ള സൊല്യൂഷനിൽ നമ്മൾ എന്ത് ചെയ്ത് വെക്കുന്നു, ഡിപ്പ് ചെയ്ത് വെക്കുന്നു. ദെൻ ഈ 2 മെറ്റാലിക് റോഡ്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ബാറ്ററി യൂസ് ചെയ്തിട്ട്, ദാറ്റ് ഈസ് വയേഴ്സ് യൂസ് ചെയ്ത് ബാറ്ററിയുടെ 2 ടെർമിനലിലേക്ക് എന്ത് ചെയ്തേക്കുന്നു, കണക്ട് ചെയ്തേക്കുന്നു. ദെൻ ഈ ബാറ്ററി ആയിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്, സോഴ്സ് EMFന്റെ സോഴ്സ് ആയിട്ട് EMF സോഴ്സ്, ദാറ്റ് ഈസ് ആ ഒരു കറണ്ട് അതിനാവശ്യമായിട്ടുള്ള ആ ഫോഴ്സ് കൊടുക്കുന്ന ആരായിരിക്കും, ഈ ഒരു ബാറ്ററി ആയിരിക്കും കൊടുക്കുന്നത്. സോ ഇതാണ് ഇലക്ട്രോലൈറ്റിക് സെല്ലിന്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതായിരിക്കും എന്തെന്ന് പറയുന്നത്, ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ഈസ് ഇലക്ട്രോലൈറ്റിക് സെല്ലും ഇലക്ട്രോകെമിക്കൽ സെല്ലും. അപ്പോൾ ഇലക്ട്രോലൈറ്റിക് സെല്ലും ഇലക്ട്രോകെമിക്കൽ സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. സോ ദിസ് ടേബിൾ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രോലൈറ്റിക് സെൽ ആൻഡ് ഇലക്ട്രോകെമിക്കൽ സെൽ. ഇലക്ട്രോലൈറ്റിക് സെല്ലും ഇലക്ട്രോകെമിക്കൽ സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. That is, it is used for the electrolytic cell നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, യൂസ്ഡ് ഫോർ ദ കൺവേർഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ടു കെമിക്കൽ എനർജി. അപ്പം നമ്മളിപ്പോൾ ഇവിടെ കണ്ടതാണ്, ദാറ്റ് ഈസ് ഇലക്ട്രോളിസിസിൽ നമ്മൾ കണ്ടതാണ്, അല്ലെങ്കിൽ ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ നമ്മൾ കണ്ടതാണ്. ദാറ്റ് ഈസ് നമ്മളൊരു ഇലക്ട്രിക്കൽ എനർജി കൊടുത്തിട്ട് അവിടെ എന്തുണ്ടാക്കുകയായിരുന്നു, ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാക്കുകയാണ് ചെയ്തത്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ കൺവേർഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ടു കെമിക്കൽ എനർജി. മീൻസ് എന്തായിരിക്കും, ഇലക്ട്രിക്കൽ എനർജി കൊടുത്ത് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കൊടുത്ത് അവിടെ എന്ത് ചെയ്തു, ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാക്കി. മീൻസ് ഇലക്ട്രിക്കൽ എനർജീനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്തു, കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തു. സോ അതാണ് ഇലക്ട്രോലൈറ്റിക് സെൽ. ഇലക്ട്രോലൈറ്റിക് സെൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, കൺവേർഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ടു കെമിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജീനെ കെമിക്കൽ എനർജി ആയിട്ട് എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യുന്നു. അതേസമയം ഇലക്ട്രോ കെമിക്കൽ സെൽ എന്താ ചെയ്യുന്നത്, ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറയുന്നത് കെമിക്കൽ എനർജീനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു. ആ കെമിക്കൽ റിയാക്ഷൻ വഴി എന്തുണ്ടാവുകയാണ്, അവിടെ ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാവുകയാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഇലക്ട്രോ കെമിക്കൽ സെൽ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. എന്തായിരിക്കും, ഇലക്ട്രോലൈറ്റിക് സെൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ എനർജീനെ കെമിക്കൽ എനർജി ആക്കി മാറ്റുന്നു. ഹിയർ എന്തായിരിക്കും, കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നു. സോ അതാണ് ഇലക്ട്രോ കെമിക്കൽ സെൽ ഇലക്ട്രോലൈറ്റിക് സെല്ലും തമ്മിലുള്ള ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് റിക്വേഴ്സ് ആൻ EMF. എന്താവശ്യമാണ്, ഒരു EMF ആവശ്യമാണ്. ഇലക്ട്രോലൈറ്റിക് സെല്ലിൻ്റെ അകത്ത് നമ്മൾ എന്താ ചെയ്യുന്ന, ഇലക്ട്രിക്കൽ എനർജി കൊടുത്ത് എന്തുണ്ടാക്കുകയാണ്, കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാക്കുക. സോ ഒരു ഫോഴ്സ് കൊടുത്ത് എന്ത് ചെയ്യാണ്, നമ്മൾ ഒരു റിയാക്ഷൻ ഉണ്ടാക്കുകയാണ് അവിടെ ചെയ്തത്. നേരത്തെ നമ്മൾ കണക്ഷൻ നോക്കിയപ്പോൾ തന്നെ കണ്ടതാണ്. ദാറ്റ് ഈസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബാറ്ററി യൂസ് ചെയ്ത് ഫോഴ്സ് കൊടുത്തിട്ടാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്, ആ ഒരു ഇലക്ട്രോലൈറ്റിന്റെ ഡീകമ്പോസിഷൻ അവിടെ നമ്മൾ ചെയ്തത് ഇലക്ട്രോലൈറ്റിക് സെല്ലിന്റെ കേസിൽ. സോ ഹിയർ ഇറ്റ് റിക്വേഴ്സ് ആൻ EMF. ബട്ട് ഇവിടെ എന്താണ്, കെമിക്കൽ റിയാക്ഷൻ സംഭവിച്ചിട്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാണ്. അപ്പോൾ അതെന്ത് ചെയ്യുന്നു, സ്പോണ്ടേനിയസ് ആയിട്ട് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ നടന്നതിന് ശേഷം എന്ത് ചെയ്യാണ്, ഇലക്ട്രിക്കൽ എനർജി ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതിന് എക്സ്റ്റേണലി എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരു സോഴ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ ഇറ്റ് പ്രൊഡ്യൂസസ് EMF. ഓക്കെ.